പ്രപഞ്ചത്തിലെ എല്ലാ ആം റെസ്ലിംഗ് അത്ലീറ്റ്സിനും ജിം റാറ്റ്സിനും എന്റെ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എന്താണത് വീണ്ടും സ്വാഗതം. എന്റെ ഇൻട്രോ കേട്ടിട്ട് അവന്മാർ എന്നെ ഇറിറ്റേഷൻ ആയി പോയി തോന്നുന്നു. കാരണം ഇത്ര നാൾ ചെയ്തതെന്ന് വ്യത്യാസമായിട്ടല്ല ചെയ്തത്. അപ്പൊ ഗൈസ്, അപ്പോ പുതിയൊരു ലുക്കില് പുതിയൊരു വൈബില് വീണ്ടും പുതിയൊരു ടീമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നവർ തന്നെയാണ്. പക്ഷേ വേറൊരു കേസ്, അപ്പം ഗോകുലും സാജനും ഞാനും കൂടെ ജിമ്മിലോട്ട് പോവാണ്. പിന്നെ മെയിനായിട്ടൊരു കേസ്, നമ്മൾ ജിമ്മ് മാറി. ഞാനും പ്രണവും ആസിഫും സന്ദീപ് ഏട്ടനും സനൂപും പിന്നെ ശബരി എല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു ടീമിന്റെ വർക്കാണ് നിങ്ങൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ജിമ്മിൽ കുറച്ച് കാര്യങ്ങളായിട്ട് അവിടെ നിന്ന് മാറി ഞാൻ വീണ്ടും ആദ്യം തുടങ്ങിയതുപോലെ നഗരൂ ജിമ്മിൽ നിന്ന് തുടങ്ങിയാണ്. അപ്പോൾ പുതിയ ടീമെന്ന് പറയുമ്പോൾ ഞാൻ, ഗോകുല്, സാജൻ, പിന്നെ പ്രണവ് ഉണ്ടാവും. പിന്നെ അപ്പം നമ്മൾ 4 പേരായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വർക്കൗട്ട് കാര്യങ്ങൾ. പിന്നെ അവിടെ നിന്ന് പുതിയ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അതും സെറ്റാക്കണം. കഴിഞ്ഞൊരു ലാസ്റ്റ് 35 ദിവസമായിട്ട് വർക്കൗട്ടും ഇല്ല, ഒന്നുമില്ല, ഒരു പമ്പും ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഇന്നോട്ട് തുടങ്ങിയാണ്. അപ്പൊ നമുക്ക് നേരെ ജിമ്മിലോട്ട് പോവാം. പ്രണവ് അവിടെ വരും. ഗോയ്സ് അങ്ങനെ ബ്രൂസിനെ ഒതുക്കിയിട്ടിട്ട് നമ്മൾ ജിമ്മിലോട്ട് പോകാൻ പോകുന്നു. ഗോയ്സ് അങ്ങനെ പ്രണവ് മുടി വെട്ടി വെച്ചേക്കണം നോക്കണേ വരുമ്പോ. ഒന്നും ചോദിച്ചില്ല. മൂവീസ് അങ്ങനെ തലയിൽ അത്യാവശ്യം നല്ല രീതിക്ക് താരം വന്നത് കൊണ്ടൊന്ന് മുടി വെട്ടിക്കളാം. ഞാൻ പിന്നെ മുടിയുടെ കേസിലോട്ട് റിസ്ക് എടുക്കൂല. ഒരു നിൽക്കിപ്പം ഒരു ശോകമായി. എനിക്ക് ആ പൊക്കി വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ളോടുകൂടി നിൽക്കണമാണ് എനിക്ക് താല്പര്യം. പക്ഷെ ഇതിപ്പോൾ നല്ല രീതിക്ക് താരം വന്നപ്പം മുടി ഇപ്പം ഇങ്ങനെ വെട്ടി ഷോർട്ടാക്കി കൊള്ളാമോ ഇല്ലെന്നൊന്ന് പറഞ്ഞേക്കണേ ഗൈസ് കമന്റ് ബോക്സിൽ. അപ്പോൾ നമുക്കിനി നേരെ ജിമ്മിൽ കയറി. ജിമ്മിൽ കയറുമ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ടൈം മ്യൂസിക് ഓണായിരിക്കും. അതൊരു പ്രശ്നമല്ല, പക്ഷെ വ്ളോഗ് എടുക്കുമ്പോൾ അത് കോപ്പിറൈറ്റ് അടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ മുകളിൽ കയറിയിട്ട് അവിടെ നിന്നിട്ട് ഓൺ വോയിസ് സംസാരിക്കുന്നത്, ലൈവ് സംസാരിക്കുന്ന വളരെ കുറവായിരിക്കും. ഓൺ വോയിസ് മിക്കവാറും വീട്ടിൽ ചെന്നിട്ട് കയറ്റായിരിക്കും ചെയ്യണം. എന്തായാലും നമുക്ക് ജിമ്മിലോട്ട് കയറാം. കുറേ നാളിന് ശേഷം ഇങ്ങോട്ട് വരുന്നതാണ്. ഏതാണ്ട് ഞാൻ അവിടെ നിർത്തിയിട്ടൊരു 8 മാസമോ അല്ലെങ്കിൽ 9 മാസമോ കണ്ടായി. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ജിമ്മിലോട്ട് പോകാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ വല്ല വ്യത്യാസമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നേ. ആദ്യം പോയിട്ട് ബോഡി വർക്കൗട്ട് 1 മണിക്കൂർ ചെയ്യാം. ചെയ്തതിന് ശേഷം നമ്മൾ 4 പേരുണ്ട്. 2 വീതം തിരിക്കും. എൻ്റെ കൂടെ ഒരു ടീമിലായിട്ട് ഒരാൾ ആരുണ്ട്? എനിക്ക് തന്നെയാണ് വേണ്ട, ഡിവോഴ്സ്. അപ്പൊ നിങ്ങൾ 2 വേണോ? 2 പേര് 2 വർക്കൗട്ടായിട്ട് ഷിഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ 2 ഒരു ടീമും ഞാനും പ്രണോ. ആരും എങ്ങനെ വേണോ അതോ? അപ്പൊ ഞാനിന്ന് ഞാൻ വേണം ഹുക്കിന്റെ ആണ്. നിങ്ങളെന്ന് ഏതാണ്? ഞാൻ ഹുക്ക് അറ്റാക്കാണ് ചെയ്യണം. ഹുക്ക് സെറ്റാണ്. അതെന്തിടാ പ്രൊണേറ്റ് ചെയ്യണം. ഇപ്പൊ ഹുക്കറാണ്. നീ പ്രൊണേറ്റ് ചെയ്യണാന്ന്. ഞാൻ ടോപ്പ് റോൾ പ്ലെയർ ആണ്. ഞാൻ ഹുക്ക് ചെയ്യാൻ പോവില്ലേ. അപ്പൊ നീ ഹുക്കല്ലേ, ടോപ്പ് റോളൊക്കെ ചെയ്യും. സ്ട്രാപ്പും അല്ല, ജൂഡോ ബെൽറ്റ് ഒക്കെ ഇതിന്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പൊ പോകാം ഗൈസ്, പോകാം. പ്രശ്നമല്ല. അതെ, ഇപ്പൊ തീരുമല്ലോ. പിന്നെ എത്ര അഡ്മിഷൻ ആണെന്ന് 5000 ഫുൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി വർക്കൗട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റിന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം വന്നതിനെ കൊണ്ട് ലൈറ്റായിട്ട് മാത്രമേ ബോഡി വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടീം മാറ്റിയേ. നീയും പ്രണവും പ്രൊണേഷൻ, ഞാനും സാജനും. ഓ ഇരി. റീച്ച് കൂടുതലാണ്. അതെ, നീ ഉള്ളതുകൊണ്ട് സെറ്റ് ചെയ്ത് തരാം. നിനക്ക് ഏതാണ് ഇന്ന്? തമ്പ് ചെയ്യണോ സാമ ചെയ്യണോ? തമ്പ് മതിയാ. അപ്പൊ തമ്പ് ന്യൂട്രാക്കി വരും. സൈഡിൽ പോയി. ആ അങ്ങനെയും ചെയ്യാം. നിനക്ക് നിന്ന് ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടെ ബെറ്റർ ആയേനെ. വെറും പ്രണവല്ല, കേരള പ്രണവാണ്. സജ നമുക്ക് ഹുക്ക് ചെയ്യാം. ഹുക്ക് അറ്റാക്ക്. അവ ഇങ്ങോട്ടില്ലെന്ന് നമ്മൾ ചോദിച്ചായിരുന്നു.
ഇത് സൂപ്പനേഷൻ, ഇത് പ്യൂർ സൂപ്പനേഷൻ. ഇതിലാണ് ഇത് ഓക്കെ ആണല്ലോ. ഒരെണ്ണം പൊക്കിയാണ് ഒറ്റ പൊക്കിൽ പൊക്കിയാണ്. ഈസി ഈസി. കറക്ക് ഫെയിലിയർ. ഞാൻ ഫ്രെയിം കറക്കി ഒരാക്കി കിട്ടോ അത് പോവടാ. എങ്ങനെയാ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഫ്റ്റർ വർക്കൗട്ട് എടുക്കാൻ പോവുകയാണ്. മുന്തിരിപ്പാൽ. ഗോകുലും ശരിയല്ല, ഇങ്ങേരും ശരിയല്ല. എന്നെ കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കുമല്ലോ അത്. ഓ പോസ്റ്റ് വർക്കൗട്ട് മീൽ. അതെ, പോസ്റ്റ് വർക്കൗട്ട് മീൽ. സയന്റിഫിക്കലി എന്തെങ്കിലും ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. മുന്തിരിപ്പാൽ. മുന്തിരി എങ്ങനെയാണ് ഉണ്ടാവും? ആരെ കൊലയെന്ന് അപ്പോ കുറെ നാള് വർക്കൗട്ട്, അതായത് ഞാൻ പറഞ്ഞില്ലേ 35 ദിവസത്തെ ബ്രേക്കിന് ശേഷം ഇങ്ങോട്ടാണ് വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്തത്. ഓവർ ഹെവി ആയിട്ടൊന്നും ചെയ്തില്ല, അത്യാവശ്യം കുറച്ചൊന്ന് ഡിഫൻസും കുറച്ചൊന്ന് അറ്റാക്കും മാത്രമേ ചെയ്തുള്ളൂ. പ്രൊണേഷൻ ഞാൻ തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ മെയിനായിട്ട് ഒരു ടോപ്പ് റോൾ പ്ലെയർ ആണ്. അപ്പോൾ പ്രൊണേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അറ്റാക്കിൽ നിന്നും ഡിഫൻസിൽ നിന്നും ഹുക്കിന്റെ ബേസിലാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെ മറ്റന്നാളും വർക്കുള്ളത് കാരണം വരാൻ പറ്റൂല. അപ്പോൾ ഇനി തിങ്കളാഴ്ച തൊട്ട് ജിമ്മിൽ ഇനി വീണ്ടും വരണം, വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്കിനി ഒന്ന് ഷേക്ക് കുടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഷേക്ക് കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഗോകുൽ, വർക്കൗട്ട് കഴിഞ്ഞിട്ട് ക്ഷീണം മാറ്റണ്ടേ? അതെ, വർക്കൗട്ട് കഴിഞ്ഞിട്ട് ക്ഷീണം മാറ്റണ്ടേ? ഇപ്പം കിട്ടും മുന്തിരി പാൽ. ഇംഗ്ലീഷ് ഞാൻ മാത്രം അറിയാം. അറിയൂ ഗെയിം ചോദിച്ചാലും ഞാൻ പറയും. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാർ ഒതുക്കിപ്പിച്ച് എന്നെ കൊണ്ട് ഒതുക്കിപ്പിച്ചിട്ട് എടുത്തിട്ട് നമുക്കൊരു ഇത് തന്നിരിക്കുകയാണ്, സർപ്രൈസ് തന്നിരിക്കുകയാണ്. എവിടെയോ പോയ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് എന്റെ ബ്രൂസ് ഓടിക്കുന്നു. ബ്രോ ലൈസൻസ് എടുത്തു. ബ്രോ ലൈസൻസ് എടുത്ത മിക്ക എല്ലാവരും ഓടിക്കാൻ അറിഞ്ഞൂടാ ബ്രോ. ഞാൻ ഓടിക്കും. നീ ഓടിക്കണം എപ്പോഴല്ലേ കാണുന്നത്? ഓക്കെ ഐ ആം സർപ്രൈസ്ഡ്. ഓക്കെ പയ്യെ മതി. സാജമോൻ അവന്റെ ഡ്രൈവിംഗ് സ്കില്ല് തെളിയിച്ചിട്ട് അവൻ ഇറങ്ങുകയാണ്. എവിടെ പോയി തെളിഞ്ഞത്? നീ ഉമ്മച്ചിമാരെ വീട്ടിൽ പോയിട്ട് വണ്ടി ഓടിച്ച് തെളിഞ്ഞത്? അതെ കണ്ടു ഞാൻ. ഓക്കെ ബൈ. ഇനി തിങ്കൾ, നാളെ മറ്റന്നാളും വർക്കുണ്ട്. ഗുളുഗുളു പോവാം. ഓക്കെ ബൈ. ഗൂഗിൾ ബൈ. തിങ്കൾ കാണാം. ഞായർ വർക്കുണ്ട് അത്യാവശ്യം. ഞായറാഴ്ച നിനക്ക് വർക്കുണ്ട് പറഞ്ഞേ. ഓക്കെ ബൈ കാണാം. ഓക്കെ ബൂയിസ്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇന്നത്തെ വ്ളോഗ് അപ്പൊ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ആയതിനെ കൊണ്ട്, അതായത് ഒരു ബ്രേക്കിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ആയതിനെ കൊണ്ട് നമ്മൾ അത്യാവശ്യം നോർമലായിട്ട് ഒരു മീഡിയം രീതിക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ തിങ്കളാഴ്ച തൊട്ട് ഹെവി. അപ്പൊ അത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോ.